ആ കല്യാണം വേണോ വേണ്ടയോ, ആ പാർട്ട്ണർ തന്നെയാണോ നിങ്ങൾക്ക് ചേരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ചാൻസ് ആണ് പ്രിമാരിറ്റൽ കൗൺസിലിംഗ് എന്നുള്ളത്. ഹായ്, മൈസെൽഫ് സ്റ്റെഫി ജസ്റ്റിൻ. ഐ എം എ സെക്കൻഡ് ഇയർ സൈക്കോളജി സ്റ്റുഡൻറ്. നമ്മൾ സാധാരണ രീതിയിൽ ഒരു വീട് വെക്കുന്നു അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നു, നമ്മൾ വളരെ കൃത്യമായിട്ട് അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യില്ലേ. ഒരു വീട് വെക്കാനാണെങ്കിൽ നമ്മൾ അതിന് ഡിസൈൻ നോക്കും, സിമെന്റ് എവിടെ നിന്ന് എടുക്കണം, കല്ല് എവിടെ നിന്ന് എടുക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ്ലി പ്ലാൻഡ് ആയിരിക്കും. അതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ അറിയാം, വളരെ നന്നായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുകയും ചെയ്യും, അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും, അത് അവസാനം എന്ത് ചെയ്യും, സക്സസ് ആകുകയും ചെയ്യാറുണ്ട്. പക്ഷേ നേരെ മറിച്ച് നിങ്ങൾ നിങ്ങളുടെ വെഡ്ഡിങ്ങിനെ പറ്റിയിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളൊരു കല്യാണം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും നോക്കുന്നത്? ഡ്രസ്സ് എവിടെ നിന്ന് എടുക്കണം, എവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്യണം, ഏത് സ്ഥലത്ത് വെച്ച് ആ പരിപാടി നടത്തണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യും. ഇന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നൊക്കെ ഉള്ള പ്ലാനിങ് ഉണ്ട് അതിൻ്റെ പുറകിൽ. പക്ഷേ നമ്മൾ എങ്ങനെ ഒരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യുന്നത്? അറ്റ്ലീസ്റ്റ് നമ്മളൊരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യുന്നത്, നിങ്ങൾ ചായ കുടിച്ചു എന്നൊരു പരിചയത്തിലാണെങ്കിൽ ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്യുന്നത് അത് കറക്റ്റായിട്ടുള്ള ഒരു രീതിയല്ല. അതിനെ പറ്റിയിട്ട് നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. എങ്കിൽ പോലും നിങ്ങളൊരു പാർട്ട്ണറെ ചൂസ് ചെയ്തെന്ന് വിചാരിക്കാം. ആ പാർട്ട്ണറോട് കൃത്യമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ ആ പാർട്ട്ണറിനെ അറിയുക, കൃത്യമായിട്ട് നിങ്ങളുടെ മാരേജ് ലൈഫ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ വെഡ്ഡിങ് പ്ലാൻ ചെയ്യുന്നുണ്ട്, ഡ്രസ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ മാരീഡ് ലൈഫിന്റെ പ്ലാനിങ് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ വരുന്ന പ്ലാനിങ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചറിലുള്ള സക്സസും മാരേജ് ലൈഫിലുള്ള ഹാപ്പിനെസ്സും തീരുമാനിക്കുന്നത്.